നമസ്കാരം ഫ്രണ്ട്സ്, നമുക്കിന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്ന് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. അവൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് രണ്ട് വ്യത്യസ്തമായ സെൻറ്റൻസുകളാണല്ലേ. ഇതിൽ അവൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനിപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഏത് ടെൻസാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലേ. അവൻ ചെയ്യുകയാണ്, ഹി ഈസ് ഡൂയിങ്. അങ്ങനെയെങ്കിൽ അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറച്ച് സമയം മുമ്പ്, അല്ലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെ കഴിഞ്ഞ കാലത്ത് എപ്പോഴോ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇവിടെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആക്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് അത് ഇപ്പോഴും പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ആക്ഷൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്കസ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കാം. അതിനു മുമ്പ് എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാറ്റ് എന്ന് മനസ്സിലാക്കാം. നമുക്കറിയാവുന്നതുപോലെ അത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാറ്റ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്. അതായത് ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ എങ്ങനെ പറയും? ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. അങ്ങനെയെങ്കിൽ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഇവിടെ എന്താണ് അർത്ഥം? ഞാൻ കുറച്ച് സമയം മുമ്പ് ഫുട്ബോൾ കളി തുടങ്ങി, ഇപ്പോഴും ഞാൻ അത് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയാമോ? നോ. എങ്ങനെ പറയണം? ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ, അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ. നമുക്ക് എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ സിൻസ് ടുഡേ മോർണിംഗ്. അല്ലെ പറയാം, ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ an hour. ഒരു മണിക്കൂറായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ സിൻസ് ടുഡേ മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിന് നെഗറ്റീവ് എന്തായിരിക്കും? ഐ ഹാവ് നോട്ട് ബീൻ പ്ലേയിങ് ഫുട്ബോൾ, അല്ലേ? ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയല്ലായിരുന്നു. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വേറെ നോക്കാം. ഹി ഈസ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ വായന തുടങ്ങിയിട്ട് ഇപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവൻ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഹി ഹാസ് ബീൻ റീഡിങ്. ഹി ഹാസ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ സിൻസ് ടുഡേ മോർണിംഗ്, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ an hour. വേറെ നോക്കാം. ഞാൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഞാൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? നമുക്കറിയാമല്ലേ, ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ, അല്ലേ? ഇപ്പോൾ ഞാൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? അതായത് ഞാൻ മുൻപ് പഠിത്തം തുടങ്ങിയിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. ഐ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. അതിൻ്റെ നെഗറ്റീവ് എന്തായിട്ട് പറയാം? ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എന്താണ്? ഐ ഹാവ് നോട്ട് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. ഐ ഹാവ് നോട്ട് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. വേറൊരു ഉദാഹരണം നോക്കാം. ഇന്ന് രാവിലെ മുതൽ ഞാൻ നിനക്കായി കാത്തിരിക്കുകയായിരുന്നു.
ഞാൻ ഇന്ന് രാവിലെ മുതൽ നിനക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? I have been waiting for you since today morning. I have been waiting for you since today morning. ഞാൻ ഇന്ന് രാവിലെ മുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പറയാം I have been waiting for you since yesterday evening. ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ നിനക്ക് വേണ്ടി കാത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അല്ലേ? വേറെ നോക്കാം. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? I have been playing cricket for the last 2 hours. I have been playing cricket for the last 2 hours. അങ്ങനെയാണെങ്കിൽ അവൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? He has been playing cricket for the last 2 hours. അല്ലേ? കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഏതാണ്? എവിടെയാണ് ഹാസ് ഉപയോഗിക്കുക, എവിടെയാണ് ഹാവ് ഉപയോഗിക്കുക എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാവുന്നതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരാം. എവിടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ് ഇവയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? ഹാസ് ഉപയോഗിക്കണം. അതുപോലെ സബ്ജക്റ്റ് പ്ലൂരൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ ഇവയൊക്കെ വരികയാണെങ്കിൽ എന്തുപയോഗിക്കണം? ഹാവ് ഉപയോഗിക്കണം. ബേസിക്കലി സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഐ, യു ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാവ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നോക്കൂ, ഐ ഹാവ് ബീൻ, യു ഹാവ് ബീൻ, വി ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ എന്നൊക്കെ പറയാവുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ ഹി ഹാസ് ബീൻ, ഷി ഹാസ് ബീൻ, ഇറ്റ് ഹാസ് ബീൻ എന്നേ പറയാൻ പാടുള്ളൂ. ഇത് നമുക്ക് നോക്കാം. നീ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം? നമ്മൾ സാധാരണയായി പറയാറുണ്ടല്ലേ, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ആർ യു ഡൂയിങ്. ഇനി നീ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ്. വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ്. നിങ്ങൾ അല്ലെങ്കിൽ നീ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻസർ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഐ ഹാവ് ബീൻ റീഡിങ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിലോ വേറെന്ത് പറയുമായിരിക്കും? ഐ ഹാവ് ബീൻ വാച്ചിങ് ടെലിവിഷൻ. അല്ലെങ്കിലോ ഐ ഹാവ് ബീൻ വാച്ചിങ് എ മൂവി. ഞാനൊരു മൂവി കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. വേറെ നോക്കാം. നിങ്ങൾ എത്ര കാലമായിട്ട് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ഇറ്റ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ഇറ്റ്. നിങ്ങൾ എത്ര കാലമായി ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്ത് ആൻസർ വരാൻ സാധ്യതയുണ്ട്? ഐ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ എൻ അവർ. അല്ലെങ്കിലോ ഐ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് സിൻസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മുതൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിലോ ഐ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് 2 months. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ ഇത് എത്ര കാലമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഹൗ ലോങ് ഹാസ് ഹി ബീൻ ഡൂയിങ് ഇറ്റ്. ഹൗ ലോങ് ഹാസ് ഹി ബീൻ ഡൂയിങ് ഇറ്റ്. അപ്പോൾ ആൻസർ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഹി ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് സിൻസ് യെസ്റ്റർഡേ ഈവനിങ്. അവൻ ഇന്നലെ വൈകുന്നേരം മുതൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ എൻ അവർ. 1 മണിക്കൂറായിട്ട് അവനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ എത്ര കാലമായി ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഹൗ ലോങ് ഹാവ് ദേ ബീൻ ഡൂയിങ് ഇറ്റ്. അവർ എത്ര കാലമായി അത് അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താ ആൻസർ വരാൻ സാധ്യതയുണ്ട്? ദേ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ എ മന്ത്. ദേ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ എ മന്ത്. അവർ 1 മാസമായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടുത്തൊന്ന് നോക്കാം. നിങ്ങൾ എത്ര കാലമായിട്ട് നിങ്ങളുടെ പേരൻസിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുകയാണ് എത്ര കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണല്ലേ, നിങ്ങൾ എത്ര കാലമായിട്ട് നിങ്ങളുടെ പേരൻസിനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചോദിക്കാം, ഹൗ ലോങ് ഹാവ് യു ബീൻ വിസിറ്റിംഗ് യുവർ പേരൻസ്. ഹൗ ലോങ് ഹാവ് യു ബീൻ വിസിറ്റിംഗ് യുവർ പേരൻസ്. അപ്പോൾ എന്താ ആൻസർ വരാൻ സാധ്യതയുണ്ട്? ഐ ഹാവ് ബീൻ വിസിറ്റിംഗ് മൈ പേരൻസ് സിൻസ് 2020. ഞാൻ 2020 മുതൽ എൻ്റെ പേരൻസിനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലേ? ഞാൻ 2020 മുതൽ ഞാൻ എൻ്റെ പേരൻസിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് പറയും? ഐ ഹാവ് ബീൻ വിസിറ്റിംഗ് മൈ പേരൻസ് ഫോർ ദ ലാസ്റ്റ്
4 years. ഞാൻ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് എൻ്റെ പേരൻസിനെ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വേറെ നോക്കാം. എത്ര നാളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു? അല്ലേ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നാളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്? ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്? നിങ്ങൾ എത്ര കാലമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു? ഇത് ആൻസർ വരാൻ സാധ്യതയുണ്ട്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് സിൻസ് ടുഡേ മോർണിംഗ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് സിൻസ് ടുഡേ മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേറെ നോക്കാം. നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് അൻറ്റിൽ നൗ? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് അൻറ്റിൽ നൗ? നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു? അല്ലെങ്കിൽ വേറെ നോക്കാം. അവൻ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഹാസ് ഹി ബീൻ ഡൂയിങ് അൻറ്റിൽ നൗ? വാട്ട് ഹാസ് ഹി ബീൻ ഡൂയിങ് അൻറ്റിൽ നൗ? വാട്ട് ഹാസ് ഹി ബീൻ ഡൂയിങ് എന്നാണ് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് സോ ഫാർ? ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് സോ ഫാർ? ആൻസർ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഐ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഡിന്നർ. ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാവുന്നതാണല്ലേ. ഇനി അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഷി ഹാസ് ബീൻ ടോക്കിംഗ് ടു മീ. ഷി ഹാസ് ബീൻ ടോക്കിംഗ് ടു മീ. വേറെ നോക്കാം. അവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഹി ഹാസ് ബീൻ ഡൂയിങ് ഹിസ് ഹോംവർക്ക്. ഹി ഹാസ് ബീൻ ഡൂയിങ് ഹിസ് ഹോംവർക്ക്. ഹി ഹാസ് ബീൻ ഡൂയിങ് ഹിസ് ഹോംവർക്ക് ഫോർ ആൻ അവർ. 1 മണിക്കൂറായിട്ട് അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. വേറെ നോക്കാം. ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? വി ഹാവ് ബീൻ ഡൂയിങ് അവർ ബെസ്റ്റ്. അല്ലേ, വി ഹാവ് ബീൻ ഡൂയിങ് അവർ ബെസ്റ്റ്. ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാം അല്ലേ. യെസ്. നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര നേരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മൾ സാധാരണയായി ചോദിക്കാറുള്ളതാണല്ലേ. നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? എങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ? ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ? അപ്പോൾ എന്ത് ആൻസർ വരാൻ സാധ്യതയുണ്ട്? വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എൻ അവർ. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എൻ അവർ. ഞങ്ങൾ 1 മണിക്കൂറായിട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. വേറെ നോക്കാം. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയാം? ഇറ്റ് ഹാസൻ ബീൻ റെയിനിങ്. ഇറ്റ് ഹാസൻ ബീൻ റെയിനിങ്. ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? വി ഹാവ് ബീൻ ഹെൽപ്പിംഗ് ദം. വി ഹാവ് ബീൻ ഹെൽപ്പിംഗ് ദം. ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർ ഞങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് അസ്. ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് അസ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ല എങ്ങനെ പറയാം? അങ്ങനെയെങ്കിൽ ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയാം? വി ഹാവ് നോട്ട് ബീൻ ഹെൽപ്പിംഗ് ദം. വി ഹാവ് നോട്ട് ബീൻ ഹെൽപ്പിംഗ് ദം. ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ല. വേറെ നോക്കാം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഇത്രയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഹാവ് യു ബീൻ തിങ്കിങ് അബൌട്ട് എ ലോട്ട്? നിങ്ങൾ എന്താണ് വളരെയധികമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ പറയാം? വാട്ട് ഹാവ് യു ബീൻ തിങ്കിങ് അബൌട്ട് എ ലോട്ട്. വാട്ട് ഹാവ് യു ബീൻ തിങ്കിങ് അബൌട്ട് എ ലോട്ട്. കുറേ നാളായി കാണാൻ ആഗ്രഹിച്ച സിനിമ ഏതാണ് എന്നെങ്ങനെ പറയാം? നിങ്ങൾ കുറേ നാളായി കാണാൻ ആഗ്രഹിച്ച സിനിമ ഏതാണ്? എങ്ങനെ പറയാം? വിച്ച് മൂവി ഹാവ് യു ബീൻ വാണ്ടിങ് ടു വാച്ച് ഫോർ എ വൈൽ? വിച്ച് മൂവി ഹാവ് യു ബീൻ വാണ്ടിങ് ടു വാച്ച് ഫോർ എ വൈൽ? കുറേ നാളായി കാണാൻ ആഗ്രഹിച്ച സിനിമ ഏതാണ്? അങ്ങനെയെങ്കിൽ നിങ്ങൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം? വേർ ഹാവ് യു ബീൻ സ്റ്റഡിങ്? വേർ ഹാവ് യു ബീൻ സ്റ്റഡിങ്? വേറെ നോക്കാം. എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്? അല്ലേ, എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്
എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം? വാട്ട് ഹാസ് ബീൻ മോട്ടിവേറ്റിംഗ് യു? വാട്ട് ഹാസ് ബീൻ മോട്ടിവേറ്റിംഗ് യു? എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ഹാവ് യു ബീൻ സ്റ്റഡിങ് ഹാർഡ്? ഹാവ് യു ബീൻ സ്റ്റഡിങ് ഹാർഡ്? നിങ്ങൾ കഠിനമായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണോ? നിങ്ങൾ ഏത് തരത്തിലുള്ള മൂവീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ സാധാരണയായി ചോദിക്കുന്നതാണല്ലേ, നിങ്ങൾ ഏത് തരത്തിലുള്ള മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വാട്ട് കൈൻഡ്സ് ഓഫ് മൂവി ഹാവ് യു ബീൻ വാച്ചിങ്? വാട്ട് കൈൻഡ്സ് ഓഫ് മൂവീസ് ഹാവ് യു ബീൻ വാച്ചിങ്? നിങ്ങൾ ഏത് തരത്തിലുള്ള സിനിമകളാണ് കാണുന്നത്, കണ്ടുകൊണ്ടേയിരിക്കുന്നത്? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിൽ സീ അഗെയിൻ വിത്തിൻ അനദർ വീഡിയോ. താങ്ക് യു.